1996 ഡിസംബർ 25-ാം തീയതി രാത്രിയിൽ കൊളറാഡോ സിറ്റിയിലെ ബോൾഡറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പാറ്റ്സിയും അവരുടെ ഹസ്ബൻഡ് ജോണും. 9 വയസ്സുള്ള അവരുടെ മകൻ ബെർക്കും 6 വയസ്സുള്ള അവരുടെ മകൾ ജോൺ ബെനറ്റ് റാംസിയും കൂടി ചേർന്നപ്പോൾ അവരുടെ ആഘോഷം അതിന്റെ പൂർണ്ണതയിലെത്തി. അതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് ഡിസംബർ 26-ാം തീയതി രാവിലെ, പാറ്റ്സി അവരുടെ വീടിനുള്ളിലെ സ്റ്റെയർ കേസിൽ നിന്നും കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത് കണ്ടെടുത്തു. ആ കത്ത് വായിച്ച ശേഷം അവരുടെ 6 വയസ്സുള്ള പെൺകുഞ്ഞ് ജോൺ ബെനറ്റ് റാംസി മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയ അവർ ഉടൻ തന്നെ പോലീസിന് കോൾ ചെയ്ത് വിവരമറിയിച്ചു. കാണാതായി 8 മണിക്കൂറുകൾക്ക് ശേഷം ആ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തപ്പോൾ എല്ലാവരും ഒന്നടങ്കം ഞെട്ടി. കാരണം മൃതദേഹം കണ്ടെത്തിയത് അവരുടെ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് തന്നെ. വെൽക്കം ടു ദ ഹോണ്ടഡ് വെബ്. ടേപ്പ് ഉപയോഗിച്ച് വാമൂടി കെട്ടി കഴുത്തിനു ചുറ്റും കയറുകൊണ്ട് ചുറ്റിവരഞ്ഞ നിലയിൽ കിടന്ന ആ കുട്ടിയുടെ ശരീരം പിതാവായ ജോണാണ് ആദ്യം കണ്ടെത്തിയത്. കുട്ടികൾക്കുള്ള ബ്യൂട്ടി കോൺടെസ്റ്റുകളിൽ പങ്കെടുത്ത് പലതവണ വിജയിച്ച 6 വയസ്സുള്ള ആ കുഞ്ഞു ബാലികയുടെ മരണം വീടിനൊപ്പം ആ നാടിനെയും അസ്വസ്ഥമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയ്ക്ക് അടിച്ച ശേഷം കഴുത്തു ഞെരിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. കുട്ടിയുടെ വസ്ത്രങ്ങളിൽ നിന്നും കണ്ടെടുത്ത DNA ഒരു പുരുഷ DNA ആണെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിലും അത് ആരുടേതാണെന്ന് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. പോലീസ് ഡേറ്റാബേസിൽ ഉണ്ടായിരുന്ന 15 ലക്ഷത്തോളം ക്രിമിനലുകളുടെ DNA-യുമായി അത് ഒത്തുനോക്കിയിട്ട് പോലും ഒന്നും തന്നെ മാച്ചായില്ല. കൊല നടന്ന സ്ഥലത്തു നിന്നും ആരുടേതാണെന്ന് തിരിച്ചറിയാത്ത 2 പേരുടെ കാൽപ്പാടുകളും കൊല്ലപ്പെട്ട കുട്ടിയുടെ റൂമിൽ നിന്നും വീട്ടുകാരുടേതല്ലാത്ത ഒരു പിടി കയറും പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ആ വീട്ടിലേക്ക് പുറത്തുനിന്നും ആരും വന്നതിൻ്റെ പാടുകളോ വീടിൻ്റെ ജനലോ വാതിലോ തുറക്കാൻ ശ്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ല. കൊല നടന്ന ദിവസം അവരുടെ വീട്ടിൽ നിന്നും പാറ്റ്സി കണ്ടെടുത്ത കത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. മിസ്റ്റർ റാംസി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഞങ്ങൾ ഒരു ഫോറിൻ സംഘത്തിൽ ഉൾപ്പെടുന്ന കുറച്ചുപേരാണ്. ഞങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ രാജ്യത്തെ അല്ല. ഇപ്പോൾ നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവൾക്കൊപ്പം നിങ്ങളെ വെറുക്കുന്ന 2 പേരുണ്ട്. നിങ്ങളുടെ മകളെ തട്ടിയെടുത്ത വിവരം നിങ്ങൾ പോലീസിനെ അറിയിച്ചാൽ പിന്നെ മകളുടെ കഴുത്തിനു മുകളിൽ തലയുണ്ടാകില്ല. ഞങ്ങൾക്ക് $1,18,000 തന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടും എന്നത് 100% ഉറപ്പ്. ബൈ S.B.T.C. ഇതിൽ സംശയാസ്പദമായ ഒരു കാര്യമെന്തെന്നാൽ കത്തിൽ കൃത്യമായി $1,18,000 വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം കൊല നടക്കുന്നതിന് 1 മാസം മുൻപ് കുട്ടിയുടെ പിതാവായ ജോൺ റാംസി അത്രയും പണം കമ്പനിയിൽ നിന്നും ബോണസായി വാങ്ങിയതിനാലാണോ എന്നതാണ്. മറ്റൊരു വിചിത്രമായ കാര്യം, കൊലയാളി ആ കത്തെഴുതിയിരിക്കുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന പേപ്പറും പേനയും ഉപയോഗിച്ചാണ് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം വീട്ടിലുള്ള സമയത്ത് തന്നെ കൊലയാളി ആ വീടിനുള്ളിൽ കയറിപ്പറ്റി ആ പെൺകുട്ടിയുടെ റൂമിലിരുന്ന് കത്തെഴുതിയ ശേഷം എന്തോ ഒരു കാരണത്താൽ മനസ്സുമാറി ആ കുട്ടിയെ കൊന്നിരിക്കണം. അതുമാത്രമല്ല, കൊലയാളി ആ കത്തെഴുതുന്നതിന് മുൻപ് 2-3 തവണ കത്തെഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കി ചുരുട്ടിക്കളഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ആ കത്തെഴുതിയത് പോലീസിനെ വഴിതിരിച്ചു വിടാനുള്ള കില്ലറിന്റെ തന്ത്രമാണെന്ന വാദവും നിലവിലുണ്ട്. പോലീസ് ഈ കേസിൽ സംശയിക്കുന്ന പ്രതികൾ ആരൊക്കെയാണെന്ന് ഇനി നോക്കാം. പോലീസും മാധ്യമങ്ങളും ആദ്യം സംശയിച്ചത് കൊല നടന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന വീട്ടുകാരെ തന്നെയാണ്. അതിൽ തന്നെ കുട്ടിയുടെ അമ്മയായ പാറ്റ്സിക്കും മകൻ ബെർക്കിനുമെതിരെയാണ് വിമർശനങ്ങൾ ഏറെ ഉയർന്നത്.
of 6-year-old JonBenet Ramsey captivated the nation and put her family under the microscope, with many speculating that her father, mother, brother, or all three were involved in her killing. പലതവണ പോലീസ് വീട്ടുകാരെ ചോദ്യം ചെയ്തിട്ടും ഒരു തെളിവും കിട്ടാതെ വരികയും പിന്നീട് കൊല്ലപ്പെട്ട കുട്ടിയുടെ ഡ്രസ്സിലുണ്ടായിരുന്ന DNA വീട്ടിലുണ്ടായിരുന്ന 3 പേരുടെയും DNAയുമായി മാച്ചാകാത്ത കാരണത്താൽ പോലീസ് വീട്ടുകാരെ ഒഴിവാക്കി. അതിനുശേഷം കൊലയാളി ഒരു ഔട്ട്സൈഡർ ആകാം എന്ന സംശയത്തിൽ പോലീസ് കണ്ണുകൾ തിരിഞ്ഞത് അയൽവാസിയായ ബിൽ എന്ന വൃദ്ധന് നേരെയാണ്. കൊല നടക്കുന്നതിന് 2 ദിവസം മുൻപ് അയാൾ റാംസിയുടെ വീട് സന്ദർശിച്ചിരുന്നു. പലതവണ അയാൾ സാന്റാക്ലോസിന്റെ വേഷത്തിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇയാളുടെ സ്വന്തം മകളും 22 വർഷങ്ങൾക്ക് മുൻപ് ആരാലെയോ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് ബേസ്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്നും പറയപ്പെടുന്നു. എന്നാൽ കൊല്ലപ്പെട്ട പെൺകുട്ടി തനിക്ക് സ്വന്തം മകളെപ്പോലെയായിരുന്നുവെന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൊഴിയിൽ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഹാർട്ട് സർജറി ചെയ്തു കിടന്ന സമയത്ത് ആ പെൺകുട്ടി ഒരു ഗ്ലിറ്റർ ബോക്സ് അദ്ദേഹത്തിന് സമ്മാനിച്ചുവെന്നും അവർ തമ്മിൽ ഒരു മുത്തശ്ശനും മകളും പോലെയുള്ള സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് മനസ്സിലാക്കി. പിന്നീട് പോലീസിന്റെ സംശയത്തിനിരയായത് ഒലിവ എന്ന സ്ത്രീയായിരുന്നു. മയക്കുമരുന്ന് കടത്തിയതിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒലിവയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതാണ് പോലീസ് ഒലിവയെ സംശയിക്കാൻ കാരണമായത്. ഇതിനു പുറമെ കുട്ടികളെ ഉപയോഗിച്ച് നീലച്ചിത്രങ്ങൾ ചിത്രീകരിച്ചതിന്റെ പേരിലും ഒലിവയ്ക്കെതിരെ കേസുണ്ട്. എന്നാൽ ഒലിവയ്ക്ക് ആ പെൺകുട്ടിയെ നല്ല പരിചയമുണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുടെ മരണം തനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയെന്നും അതിനാലാണ് ബാഗിൽ ആ കുട്ടിയുടെ ഫോട്ടോ സൂക്ഷിച്ചതെന്നുമാണ് ഒലിവ മറുപടി കൊടുത്തത്. ഇതേ സമയം ഒലിവയ്ക്കെതിരെ ഒലിവയുടെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ന്യൂസ് പേപ്പറിൽ മൊഴി നൽകിയിരുന്നു. ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട അതേ ദിവസം തന്നെ ഒലിവ അവളുടെ ഫ്രണ്ടിനെ ഫോൺ ചെയ്ത് താൻ കൊളറാഡോ സിറ്റിയിലെ ഒരു പെൺകുട്ടിയെ തല്ലിയെന്ന് 2 തവണ പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തുവെന്നാണ് അയാൾ അവകാശപ്പെട്ടത്. തുടർന്ന് പോലീസ് കൊല നടന്ന അതേ ദിവസം കൊളറാഡോ സിറ്റിയിൽ മറ്റേതെങ്കിലും പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ടോ എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ അത്തരത്തിലുള്ള യാതൊരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ഒലിവ ഒരു തവണ അവളുടെ സ്വന്തം അമ്മയെപ്പോലും ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അതേ മെതേഡ് തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട കുട്ടിക്കും സംഭവിച്ചതെന്ന് ഒലിവയുടെ ഫ്രണ്ട് ചൂണ്ടിക്കാട്ടി. ഇത്രയധികം സാഹചര്യ തെളിവുകൾ ഒലിവയ്ക്കെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും കൊല നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത DNA ഒലിവയുടെ DNAയുമായി മാച്ചാകാത്ത കാരണത്താൽ ഒലിവയെയും അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഒടുവിൽ 2006 കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ എലിമെന്ററി സ്കൂൾ ടീച്ചറായ ജോൺ ജേർണലിസ്റ്റായ മൈക്കിളിനോട് താനാണ് ആ കൊല ചെയ്തതെന്ന് ഇമെയിൽ വഴി കുറ്റസമ്മതം നടത്തി. ജേർണലിസ്റ്റായ മൈക്കിൾ ജോണുമായി 4 വർഷത്തോളം ചാറ്റ് ചെയ്ത് അയാളുടെ വിശ്വാസ്യത കൈപ്പറ്റിയിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ മൈക്കിൾ ആ കൊലപാതകത്തെപ്പറ്റി ചോദിച്ചപ്പോഴാണ് ജോൺ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അയാളുമായി പങ്കുവച്ചത്. ജോൺ 6 വയസ്സുള്ള ആ പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നുവെന്നും ഫ്ലാഷ് ലൈറ്റ് കൊണ്ട് തലക്കടിച്ച് താനാണ് അവളെ കൊന്നതെന്നും ജോൺ മൈക്കിളിന് മെയിൽ ചെയ്തു. മാത്രമല്ല ബെഡ്റൂമിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ പെൺകുട്ടിയെ താനെടുത്ത് ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നുവെന്നും ബേസ്മെന്റിലെത്തിയപ്പോൾ അവൾ ഉണർന്ന് ആദ്യം എന്നോട് ചോദിച്ചത് ഇതെവിടെയാണെന്നായിരുന്നുവെന്നും നീ ഇപ്പോൾ ബേസ്മെന്റിലാണുള്ളതെന്ന് താൻ മറുപടി കൊടുത്തു എന്ന് തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ മെയിലിൽ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് ജോണിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ഒടുവിൽ ബാങ്കോക്കിൽ നിന്നും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ജോണിനെ ചോദ്യം ചെയ്ത പോലീസിന് ജോൺ മെയിലിൽ പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണെന്ന് തിരിച്ചറിയാനാണ് കഴിഞ്ഞത്. കൊല നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ 2 കാൽപ്പാടുകളും DNAയും ജോണുമായി മാച്ചായിരുന്നില്ല എന്നു മാത്രമല്ല കൊല നടന്ന ദിവസം ജോൺ ഈ നാട്ടിൽ തന്നെ ഇല്ലായിരുന്നുവെന്നും പോലീസ് മനസ്സിലാക്കി. അതിനുശേഷമാണ് കേസിൽ സിനിമയെ വെല്ലുന്ന മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചത്. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ അടിവസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്ത DNA ആ വസ്ത്രം നിർമ്മിച്ചപ്പോൾ തന്നെ അതിൽ ഉണ്ടായിരുന്നതാണെന്ന് DNA എക്സ്പെർട്ട് ഡോക്ടർ ഹെൻറി കണ്ടെത്തി. അത് തെളിയിക്കുന്നതിനായി
ഓപ്പൺ ചെയ്യാത്ത ഒരു പാക്കറ്റിൽ നിന്നും ഒരു വസ്ത്രം പുറത്തെടുത്ത് അതിലും ഒരു DNA സാമ്പിൾ ഇരിക്കുന്നുണ്ടെന്നും ഹെൻറി തെളിയിച്ചു കൊടുത്തു. സോ കേസ് എവിടെ ആരംഭിച്ചോ ഒടുവിൽ അവിടെ തന്നെ വീണ്ടും എത്തി. കാരണം ആദ്യം പ്രതികളാണെന്ന് സംശയിച്ചവരെ എല്ലാം തന്നെ DNA മാച്ചാകാത്ത കാരണത്താലാണ് വെറുതെ വിട്ടത്. അങ്ങനെയാണെങ്കിൽ സംശയിക്കപ്പെട്ടവരിൽ ആരുമാകാം ആ കൊലയാളി. The case remains unsolved.